മനുഷ്യനും കൃഷിക്കും ഭീഷണിയാകുന്ന കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കണമെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയന്നിലം നയിക്കുന്ന കർഷക അതിജീവന യാത്രയ്ക്ക് കാഞ്ഞിരപ്പള്ളിയിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം കൂടുന്നു. ആ കണ്ണീരിൻ്റെ 2 തുള്ളികളാണ് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഈ സഹോദരിമാര്. ഈ കഴിഞ്ഞ നാളില് നമ്മളെല്ലാം കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് 2 കുടുംബനാഥന്മാരുടെ ജീവനെടുത്ത കാട്ടുപോത്തിന്റെ ആക്രമണത്തെ കുറിച്ച് കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ്. ഈ പ്രിയപ്പെട്ട സഹോദരിമാർക്കും കുടുംബത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ ദൈവം കൈവിടില്ല. അവര് സഭയുടെ പ്രിയപ്പെട്ട മക്കളാണ്. തീർച്ചയായിട്ടും കത്തോലിക്ക കോൺഗ്രസ് അവർക്ക് ഒരു സഹായഹസ്തം നീട്ടിയതിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് അവരെ അഭിനന്ദിക്കാൻ കൂടി ഈ സമയം വിനിയോഗിക്കുന്നു. സമ്മേളനത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപതാ പ്രസിഡന്റ് ജോമി കൊച്ചുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ, രൂപതാ ഡയറക്ടർ ഫാദർ മാത്യു പാലക്കുടി, ഗ്ലോബൽ ഭാരവാഹികളായ രാജീവ് കൊച്ചുപറമ്പിൽ, ഡോക്ടർ ജോബി കാക്കശ്ശേരി, ജോസുകുട്ടി ഒഴുകയിൽ, ജോർജ് കോയിക്കൽ, ടെസ്സി ബിജു പാഴ്യാങ്കൽ, രാജേഷ് ജോൺ, ബെന്നി ആന്റണി, ട്രീസ ലിസ് സെബാസ്റ്റ്യൻ, സണ്ണിക്കുട്ടി അഴകയിൽ, അൽമായ കമ്മീഷൻ സെക്രട്ടറി ഷവലിയാർ VC സെബാസ്റ്റ്യൻ, ഇൻഫാം രൂപതാ പ്രസിഡന്റ് എബ്രഹാം മാത്യു പന്തുവേലിൽ എന്നിവർ പ്രസംഗിച്ചു.